എടാ സച്ചി, നീ ആഗ്രഹിച്ച പോലെ തന്നെ നിന്റെ കാറ് നിന്റെ കയ്യിൽ വന്നില്ലേ? എന്താ? അല്ല, ഇപ്പം തന്നെ നോക്ക്. എൻ്റെ കൂട്ടുകാരൻ കാറ് മേടിച്ചു, അത് ഓടിച്ചു നോക്കാൻ നീ തന്നെ വന്നില്ലേ? എന്നിട്ട് നമ്മുടെ സച്ചി വണ്ടിയെല്ലാം നോക്കിയിട്ട് പണി ഉണ്ടായിരുന്നതൊക്കെ തീർന്നു തോന്നുന്നു, കാണാൻ ഇപ്പം നല്ല എടുപ്പൊക്കെ ഉണ്ടെന്ന് പറയുകയാണേ. കണ്ടാൽ മാത്രം പോരല്ലോ, നീ അതൊന്ന് ഓടിച്ചും കൂടെ നോക്ക്. ഓടിച്ചും കൂടെ നോക്കുക എന്നുള്ളത് നിന്റെ ഒരു ആഗ്രഹം കൂടി ആയിരുന്നല്ലോ എന്നിങ്ങനെ മഹേഷ് പറയുകയാണേ. ആഗ്രഹമോ? എന്താഗ്രഹം? അല്ല, അത് ഏത് വണ്ടിയും ഓടിച്ച് നോക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലെങ്കിലും ഈ വണ്ടിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ മഹേഷ് പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിക്കുവാണേ, എടാ പകല് നീ അടി തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ ഒന്ന് ചിരിക്കും കേട്ടോ. അല്ല, നീ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് ചോദിച്ചാന്ന് പറയേ. അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. നീ ഇപ്പം എന്താണെങ്കിലും വണ്ടി ഒന്ന് എടുക്കുമെന്ന് പറയേ. അപ്പം നമ്മുടെ സച്ചി വണ്ടി കയറി എടുക്കുവേ. എന്നിട്ട് നമ്മുടെ സച്ചി വണ്ടിക്കകത്ത് കയറി എന്നിട്ടൊന്ന് സ്റ്റാർട്ടൊക്കെ ആകുവേ. ഒന്ന് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് ആ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ. എന്നിട്ട് നീ വരുന്നില്ലേടാന്ന് ചോദിക്കുക. അല്ല, ഞാൻ വരുന്നില്ല, ഞാൻ വരുന്ന സമയമായില്ലെന്നിങ്ങനെ പറയുവേ. എന്നിങ്ങനെ ചോദിക്കുവേ. അല്ല, നീ ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് കറങ്ങിയിട്ട് വാ. എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വരികയാണ്. അവൻ വന്നെന്ന് തോന്നുന്നു, പെങ്ങളങ്ങോട്ട് മാറി നിന്നോളാൻ പറയുവേ നമ്മുടെ മഹേഷ്. എന്നിട്ടിങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയണേ, ഉഗ്രം വണ്ടിയടാ, സൂപ്പർ, അടിപൊളി, കാലങ്ങോട്ട് വെച്ച ഉടനെ കുതിരയെ പോലെ അങ്ങോട്ട് കുതിക്കുക എന്നൊക്കെ പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് ഒച്ചത്തിൽ വിളിച്ചു പോവുകയാണ്. എന്ന് വെച്ചാൽ ഈ കാറ് നിനക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയെ ഒച്ചത്തിൽ. അതെന്തിനാ നീ ഇത്രയും ഒച്ചത്തിൽ ചോദിക്കുന്നത്? എൻ്റെ ചെവിക്ക് ഒരു കുഴപ്പവും ഇല്ല. അതെനിക്കറിയാം, ഒച്ചത്തിൽ പറഞ്ഞാലല്ലേ അവിടെ കേൾക്കുള്ളന്നേ. അന്നേരത്തേക്കിന് എവിടെയെന്ന് ഇങ്ങനെ സച്ചി ചോദിക്കുവേ. അല്ല ഏടാ, നിനക്ക് എന്താ പറ്റിയ, നല്ല സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ മുട്ടിയൊക്കെ നോക്കുവേ. എനിക്കെന്താ സുഖമില്ലായ്മ, എനിക്കൊരു കുഴപ്പമില്ല. ഒരു നല്ല കാര്യമല്ലേ നടക്കുന്നത്. അപ്പം ഇത്തിരി നാലാൾ കേൾക്കെ ഇത്തിരി ഉച്ചത്തിൽ പറയുന്നത് നല്ലതല്ലേ? നിനക്കെന്താ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പറ്റത്തില്ലെന്ന് ചോദിക്കുവേ. അല്ല, ഇത്ര അടുത്ത് നിൽക്കുന്ന നിന്നോട് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചാലേ നാട്ടുകാരെ വിചാരിക്കുന്ന നിൻ്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്. ഇനി നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ ഞാൻ ഒച്ചത്തിൽ പറഞ്ഞേക്കാം. എടാ മഹേഷേ, കാറ് നല്ലതാണ്, കൊള്ളാം എന്നൊക്കെ പറയുവേ. അന്നേരത്തേക്ക് നമ്മുടെ രേവതി അവിടെ നിന്ന് കെട്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. മതി മതി. ആ അപ്പോൾ വാങ്ങാം അല്ലേ എന്ന് ചോദിക്കേ. അപ്പം നീ വാങ്ങിയില്ലേ? അല്ല, നീ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു എന്ന് പറയേ. എടാ മഹേഷ്, വെറുതെ സമയം കളയണ്ട, പെട്ടെന്ന് വാങ്ങിച്ചോളാൻ പറ. ഇതുപോലൊരു നല്ല വണ്ടിയൊക്കെ ഒത്തു കിട്ടാൻ ഭയങ്കര പാടാന്ന് പറയുവേ. ഇതിപ്പോൾ എൻ്റെ കാശുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മുറ്റത്ത് കിടന്നേനെ എന്നിങ്ങനെ സച്ചി പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പൈസയിലോട്ടൊക്കെ നോക്കുവാണേ. എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നീ മറ്റൊരാൾ വാങ്ങുന്നില്ലേ, നിനക്ക് സങ്കടമില്ലേ? എന്ത് സങ്കടം? നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അത്രേ, മറ്റൊരാൾക്ക് അവർക്കാണ് വിധിച്ചിട്ടുള്ളതെന്ന് ഞാനങ്ങ് കരുത്തും എന്നിങ്ങനെ സച്ചി പറയുകയാണേ. ഇനി നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മൾ തേടി വരും, നമ്മളെ വിട്ടിട്ട് അത് പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. എടാ, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടു തരുന്നവരാണെങ്കിൽ അതൊരു ഭാഗ്യമാണ് അല്ലേടാ എന്നിങ്ങനെ ചോദിക്കുകയെ. അതായത് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കിയിട്ട് അത് ശരിയാണ് എന്ന് പറയുവേ. പക്ഷേ ആ ഭാഗ്യമൊന്നും എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ഇവിടെ പലരുടെ ആഗ്രഹങ്ങൾ പോലും മനസ്സിലാക്കാൻ പോലും ആരുമില്ല എന്നിങ്ങനെ പറയുകയാണേ. നീ ചുമ്മാ കണകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ വണ്ടി മേടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ എന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയുവേ. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വണ്ടി വാങ്ങണമെന്ന് എന്നിങ്ങനെ പറയണം. അപ്പം രേവതി ഇന്ന് ചിരിക്കുന്നുണ്ട്. അധികം വെച്ച് താമസിപ്പിക്കേണ്ട, നല്ല വണ്ടിയാണ്, വേഗം മേടിച്ചോ എന്നൊക്കെ ഇങ്ങനെ സച്ചിൻ കൂകി വിളിക്കുകയാണേ. ഇത്ര ശബ്ദം പോരേന്ന് ചോദിക്കുക. മതി 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 എന്ന് പറയേ. എന്നാൽ നീ വിട്ടോ, ഉള്ള സമയം കൂടെ കളയണ്ടെന്ന് പറയുവേ. എന്നാൽ ശരിടാ, ഞാൻ ഈ ഡീലൊന്ന് തീർത്തിട്ട് വരാമെന്ന് പറയേ. പോകാൻ നേരത്ത് സച്ചി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടാണ് പോകുന്നതും. ഭർത്താവിന് കാറ് നല്ല ഇഷ്ടമായി. ഇതിന് പെങ്ങൾ വാങ്ങിയെന്ന് കൂടെ അറിഞ്ഞു കഴിഞ്ഞാലേ അവൻ തുള്ളിച്ചാടുമെന്ന് പറയുകയാണേ. അതറിയുന്ന സമയം എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പേടിക്കുന്നതെന്ന് പറയേ. എന്തിനു പേടിക്കുന്നത്? അവന് വേണ്ടിയിട്ട് നല്ല കാര്യമല്ലേ പെങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഒന്നുമല്ല, സ്വന്തം പൈസ വേറൊന്നിനും ചിലവാക്കാതെ ഇതിനെന്തിനാ ചിലവാക്കിയെന്ന് ചോദിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും സച്ചി ചോദിക്കുമായിരിക്കും ഇങ്ങനെ, എന്തിനാ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുടക്കിയെന്ന് ചോദിക്കുമായിരിക്കും. എന്നവരും നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഒന്നിന് വേണ്ടിയിട്ടുമല്ല, ഈ കാറ് സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട ഈ കാറ് മേടിച്ച് കൈ കൊടുക്കുമ്പോൾ സച്ചിയേട്ടന് കിട്ടുന്ന ആ സന്തോഷമില്ല, ആ സന്തോഷം മതി എനിക്ക് എന്നിങ്ങനെ പറയുകയാണേ. സ്വന്തം വണ്ടി അഭിമാനത്തോടെ കൊണ്ട് നടക്കുന്ന സച്ചിയേട്ടനെ എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്, ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് രാത്രിയായി കേട്ടോ. സച്ചിയേട്ടൻ ഇരുന്ന് ചോറുണ്ണുവാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, ഭക്ഷണമൊക്കെ വാരി കഴിക്കുന്നത്. എന്നിട്ട് രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും നീ എന്തെങ്കിലും നോക്കുന്നതെന്ന് പറയേ. അന്നത്തേക്കിനും പറയും, സച്ചിയേട്ടൻ ഭക്ഷണം വാരി കഴിക്കുന്നത് കാണാൻ നല്ല രസമാണെന്ന് പറയും കേട്ടോ.
അതേ നല്ല ഭക്ഷണമായതുകൊണ്ടാണ്. മോശം ഭക്ഷണമാണെങ്കിൽ കഴിക്കുന്ന കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുവാണേ. ആ അതെ, പിന്നെ നാളെ രാവിലെ ഓട്ടോ ഒന്നും ഏറ്റിട്ടില്ലല്ലോ എന്ന് ചോദിക്കുവേ. ഇല്ലയെന്ന് പറയേ. പിന്നെ രാവിലെ തന്നെ സ്റ്റാൻഡിലേക്ക് പോകണം. നാളെ രാവിലെ സ്റ്റാൻഡിലേക്കൊന്നും പോകണ്ട. നാളെ രാവിലെ നമുക്കൊരിടം വരെ പോകണം എന്നിങ്ങനെ പറയുകയാണേ. ഒരിടം എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്തിന് പേരൊന്നും ഇല്ലെന്ന് ചോദിക്കുവേ. അതൊക്കെ പിന്നെ പറയാമെന്ന് പറയേ. എന്നിട്ട് ഒരു സൂചന താന്നൊക്കെ ചോദിക്കും കേട്ടോ. സൂചനയില്ല, തൽക്കാലം ഒരു ചപ്പാത്തി തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചപ്പാത്തി എടുത്ത് കൊടുക്കുവേ. എന്നിട്ട് നമ്മുടെ രേവതി എണീച്ച് പോവേ. അന്നേരത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്നാലും ഇവൾ എവിടെ പോകാനായിരിക്കും ഈ പറയുന്നത്, ഒരു സൂചനയും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. പിന്നീട് നേരം വെളുത്തു കേട്ടോ. സച്ചി ഇങ്ങനെ ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി നല്ല ചുമന്ന സാരിയൊക്കെ കൊടുത്തുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ നോക്കിയിട്ട് കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ ഇതിങ്ങനെ ആയുധ പൂജയ്ക്ക് വെച്ച് ഓട്ടോ പോലെ വളവളാന്ന് മിന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുവാണേ. കൊള്ളാം, ഭാര്യയെ ഓട്ടോയോട് ഉപമിക്കുന്ന ഭർത്താവിനെ ആദ്യമായിട്ട് കാണുക എന്നിങ്ങനെ പറയേ. അല്ല അല്ല, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചിരിക്കും കേട്ടോ. അല്ല, ഈ ഒരുങ്ങിയിട്ട് നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കേ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, സച്ചിയേട്ടനും ഇല്ല എൻ്റെ കൂടെ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുവാണേ. എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കേ. ക്ഷേത്രത്തിൽ എന്ന് പറയേ. ക്ഷേത്രത്തിലാണെങ്കിൽ തനിയെ അങ്ങ് പോയാൽ മതി എന്ന് പറയേ. സച്ചിയേട്ടനും കൂട്ടിയിട്ട് വരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയേ, നിന്നെ എടുത്തോണ്ട് നടക്കാനല്ലേ ചോദിക്കുവേ. എന്നെ കിട്ടത്തില്ല, അതിനെ നീ തനിച്ചങ്ങ് പോയാൽ മതി, എന്നെ വിടെന്നും പറഞ്ഞുകൊണ്ട് കൈയും പൊക്കിക്കൊണ്ട് പോവുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓടുമ്പോഴത്തേക്കിനും നിൽക്കെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് നിർത്തുവാണേ. നമ്മൾ ആ ക്ഷേത്രത്തിലല്ല പോകുന്നത്, രണ്ടാമത് നമ്മൾ കല്യാണം കഴിച്ചില്ലേ ആ ക്ഷേത്രത്തിലാണ് പോകുന്നതെന്ന് പറയേ. മാല കൊണ്ടുപോയ വണ്ടി തിരിച്ചു കിട്ടുകയാണെങ്കിൽ സച്ചിയേട്ടനെയും കൊണ്ട് ആ അമ്പലത്തിൽ വരാമെന്ന് ഞാൻ നേർന്നിരുന്നു എന്നിങ്ങനെ പറയുകയാണേ. കാര്യം സാധിച്ചില്ലേ. പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം കാര്യം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം കോപിക്കും എന്ന് പറയുകയാണേ. നീയേ ദൈവത്തിന് ലീവ് ലെറ്റർ കൊടുക്കാൻ പറയേ. സച്ചിയേട്ടാ നടക്കുന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ച് കൊണ്ടുപോവുകയാണേ. അപ്പോഴത്തേക്കിനും അമ്പലത്തിൽ വന്നിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ രേവതിയാണ് ആദ്യം ഇറങ്ങുന്നത്. എന്നിട്ട് വാന്നും പറഞ്ഞിട്ട് സച്ചിനെ വിളിച്ചുകൊണ്ട് പോവേ. എന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പൂക്കടയാണല്ലോ, അവിടെ ചെന്നിട്ട് എല്ലാം ശരിയാണല്ലോ അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുക അമ്മേൻ്റെ അടുത്ത്. എല്ലാം ശരിയാന്ന് പറയുവേ. എന്നിട്ട് നമ്മുടെ ഓട്ടോയിൽ നിന്ന് സച്ചി ഇറങ്ങിയിട്ട് ഇങ്ങനെ അമ്മേനെയൊക്കെ ഒന്ന് നോക്കുവേ. അന്നേരത്തേക്കിന് അമ്മ വാ മോനേന്ന് വിളിക്കുവേ. മോനെന്താ ഇപ്പോൾ വീട്ടിലോട്ടൊക്കെ വരാത്തത്? തിരക്കല്ലേ അമ്മേ. സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊക്കെ വാട്ടോ എന്ന് പറയുന്നുണ്ടേ. അപ്പോൾ വരാമെന്നും പറയുന്നുണ്ടേ നമ്മുടെ സച്ചി. അമ്മേ വഴിപാടിന് കൊടുത്തോന്ന് ചോദിക്കേ. കൊടുത്തോന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് വഴിപാടാണെന്നേ. അതൊക്കെ ഉണ്ട്, വാ പറയാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി കൂട്ടിയിട്ട് പോവുകയാണേ. അപ്പം ഇങ്ങനെ സച്ചി ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കിന് ആ കാറ് കാണുകയാണേ. ഈ കാർ എന്താ എവിടെ, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ കാറല്ലേ ഇങ്ങനെ ഓർക്കുവാണേ. എന്നിട്ടിങ്ങനെ മനസ്സിൽ പറയുകയാണേ, മഹേഷിൻ്റെ ഫ്രണ്ട് കാറ് മേടിച്ചെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കിനും അവിടുന്ന് മഹേഷും വരുവേ. അപ്പോഴത്തേക്കിനും സച്ചി പറയേ, ഇതേ മഹേഷ് എന്ന് പറയേ. മഹേഷ് നീ എന്താ ഇവിടെ ചോദിക്കുക. അന്നത്തേക്കിനും പറഞ്ഞു രേവതി പറയുന്നുണ്ട്, പറയല്ലെന്ന് പുറകെ നിന്ന് ടാങ്ങിയും കാണിക്കുന്നുണ്ട്. നിൻ്റെ ഫ്രണ്ട് കാറ് മേടിച്ചല്ലേന്ന് ചോദിക്കുവേ. മേടിച്ചു എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിലും ദേവു പൂമാലയൊക്കെ ആയിട്ട് വരുവേ. എന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് മാല ഇങ്ങനെ ചാർത്തും കേട്ടോ. അന്നത്തേക്ക് നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ വേറെ ആരുടെ കാറിൽ പൂമാലയൊക്കെ ചാർത്തുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. അവൻ നേരത്തെ ഓർഡർ തന്നിരുന്നു അല്ലേന്ന് ചോദിക്കുക. അന്നേരം തന്നിരുന്നു എന്ന് പറയും കേട്ടോ ദേവു. രേവതി വാ വഴിപാട് നടത്താമെന്ന് പറയുക. സച്ചി ഏട്ടാ നിൽക്കുമെന്ന് പറയും കേട്ടോ. നിൽക്കുമ്പോഴത്തേക്കിനും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ശാന്തി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചി സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുക. സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. രേവതി സന്തോഷം, ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുമല്ലേ. അന്ന് വലിയ ഓർഡർ കിട്ടിയ കാര്യമായിരിക്കും തിരുമേനി ഉദ്ദേശിച്ചല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണേ. ഇനി അതുപോലെ ഓർഡർ കിട്ടുമെന്ന് അറിയില്ല തിരുമേനി എന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് തിരുമേനി പറയുകയാണ് ഉറപ്പായിട്ടും കിട്ടും, ഇനി കൺമുന്നിൽ ഇതേപോലെയുള്ളതൊക്കെ ഇനിയും കിട്ടില്ലെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. തിരുമേനി എന്താ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. രേവതിയുടെ അടുത്താണ് ചോദിക്കുന്നത്. അതിപ്പം മനസ്സിലാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി ചിരിക്കുവാണേ. എടാ മഹേഷ്, തിരുമേനി വന്നല്ലോ, നിൻ്റെ ഫ്രണ്ട് എവിടെയും ചോദിക്കുക. അന്നേരം നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, ഫ്രണ്ടല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുക. എന്നിട്ട് സച്ചി ഇങ്ങനെ മൊത്തം തിരിഞ്ഞ് നോക്കുവേ. ഞാനൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, നിൻ്റെ ഫ്രണ്ട് എന്താ അദൃശ്യനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. രേവതി ഇങ്ങോട്ട് നിൽക്കുമെന്ന് പറയും കേട്ടോ. അന്നേരത്തേക്കിന് സച്ചിനെ വിളിച്ചിട്ട് സച്ചിയേട്ടാ വാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യെ പിടിക്കുവേ. രേവതി നമ്മളെന്തിനാ അവരുടെ കാറ് പൂജിക്കുന്നിടത്ത് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവാണേ. ഇവിടെ നിൽക്ക് സച്ചിയേട്ടാ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി സച്ചിനെ കൊണ്ട് നിർത്തുവാണേ.
എന്നിട്ട് തിരുമേനി പൂജയൊക്കെ നടത്തും കേട്ടോ. എന്നിട്ട് രേവതി ചാവി മേടിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞ് രേവതിനെ നോക്കുകയാണേ. അപ്പോഴത്തേക്കിനും രേവതി മുന്നിലോട്ട് ചെന്നിട്ട് ചാവിയൊക്കെ മേടിച്ച് 2 കണ്ണിലും തൊട്ട് പ്രാർത്ഥിക്കുവാണേ. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ചാവി എന്തിനാ ഇവള് മേടിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരത്തേക്കിനും അമ്മ പറയും ഇത് വേറെ ആരുടെയും കാറല്ല, ഇത് മോൻ്റെ കാറാന്ന് ഇങ്ങനെ പറയുമ്പോൾ സച്ചി ഞെട്ടുവാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കിനും മഹേഷും പറയേ അതെ, ഈ കാറിൻ്റെ ഉടമയായ എൻ്റെ ഫ്രണ്ട് വേറെ ആരുമല്ല, നീ തന്നെയാ എന്നിങ്ങനെ മഹേഷ് പറയുവാണേ. ഞാനോ? എടാ നിൻ്റെ ഭാര്യ നിനക്ക് വേണ്ടി മേടിച്ച കാറാണിത്. മഹേഷേ, രേവതി നീ ഇങ്ങനെ കാറ് മേടിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ ആകാംക്ഷ കൊണ്ട്. മാല കിട്ടിയിട്ട് കാശ് കിട്ടിയിരുന്നല്ലോ, ആ കാശ് കൊണ്ടാണ് മേടിച്ചെന്ന് പറയേ. ആ കാശ് മുഴുവൻ കൊടുത്തോന്ന് ചോദിക്കുക. അപ്പോൾ രേവതി കൊടുത്തോന്ന് പറയും കേട്ടോ. എനിക്ക് കാറ് വാങ്ങാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ കൊണ്ട് ടെക്സ്റ്റ് ഡ്രൈവ് ചെയ്യിച്ചതെന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുകയാണേ. എടാ കാറ് മേടിക്കുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടണ്ടേ? രേവതി വിളിച്ചിട്ടാണ് ഞാൻ നിന്നെ കാർ ഷോറൂമിലേക്ക് വിളിച്ച് വരുത്തിയതും ടെക്സ്റ്റ് ഡ്രൈവ് ചെയ്യിപ്പിച്ചതും എന്നൊക്കെ പറയുകയാണേ. എന്തിനാ രേവതി കാറൊക്കെ വേണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം അമ്മ പറയുന്നുണ്ട് കാർ ഓടിച്ചിരുന്ന മോൻ പെട്ടെന്ന് ഒരു ദിവസം ഓട്ടോ ഓടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് മോനെ. എന്നാലും മൊത്തം കാശിന് അതിനെന്താ സച്ചിയേട്ടാ, നിങ്ങൾ എനിക്കൊരു പൂക്കട ഇട്ട് തന്നു, എനിക്കൊരു കാറ് മേടിച്ച് തരണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ സമ്പാദിച്ച കാശ് കൊണ്ട് മേടിച്ച് തരുമ്പോൾ സന്തോഷം കൂടുമല്ലോ സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. ലക്ഷ്മി 2 പേർക്കും ദൃഷ്ടിദോഷം മാറ്റണം എന്നിങ്ങനെ പൂജാരി പറയുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് അമ്മയും പറയുവാണേ. പിന്നീട് നമ്മുടെ സച്ചി ഇങ്ങനെ മുന്നിലോട്ട് കയറി വന്നിട്ട് ഒത്തിരി സന്തോഷമോ സങ്കടമോ എന്താ പറയണമെന്ന് അറിയത്തില്ല, ആ ഒരു ഫീലിങ്ങോട് കൂടി കാറിലൊക്കെ വന്ന് തൊട്ട് നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി മുന്നിലോട്ട് വരുവേ. അന്നത്തേക്കിനും രേവതി സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും കേട്ടോ, സന്തോഷത്തോട് കൂടിയിട്ടൊക്കെയാണ് നോക്കുന്നത്. എന്നിട്ട് സച്ചിയുടെ കൈ കൊണ്ട് രേവതിയുടെ കയ്യിൽ ഇങ്ങനെ കോർത്തൊക്കെ പിടിക്കും കേട്ടോ. പിന്നെ നമ്മുടെ അമ്മ സച്ചിനെയും അതുപോലെ രേവതിനെയും ഒക്കെ കാറിന് മുന്നിൽ ഇങ്ങനെ അവർ നിൽക്കുമ്പോഴത്തേക്കിനും അവരെ ഇങ്ങനെ നാളികേരത്തിനകത്ത് തിരികെ ഇട്ടിട്ട് ഉഴുതിടുവാണേ. പൂച്ചയൊക്കെ കഴിഞ്ഞിട്ട് നാളികേരം കൊണ്ടേ ഉടയ്ക്കുവേ. എന്നിട്ട് രേവതി ഇങ്ങനെ ചാവി മേടിക്കുമെന്നും പറഞ്ഞിട്ട് ചാവി എടുത്ത് കൈ കൊടുക്കുവാണേ. ചാവി മേടിക്കുമ്പോഴത്തേക്കിനും രേവതിയുടെ കയ്യിലും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണേ. എന്നിട്ട് നമ്മുടെ സച്ചിയുടെ നെഞ്ചിനകത്തോട്ട് ഇങ്ങനെ കൈ കൊണ്ടുപോകും കേട്ടോ രേവതിയുടെ കൈ. വണ്ടി എടുക്കുക, ഇനി മുതൽ ഇത് നിങ്ങളുടെ സ്വന്തം കാറാ എന്നിങ്ങനെ രേവതി പറയുകയാണേ. ഇപ്പോൾ സച്ചിയേട്ടൻ കാർ ഡ്രൈവറായി എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷ് വന്നിട്ട് പറയുകയാണ് കാർ ഡ്രൈവർ മാത്രമല്ല കാർ ഓണറും കൂടിയായി എന്ന് പറയുകയാണേ. അപ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നത്, നിൻ്റെ കാറ് നഷ്ടമാകാൻ എൻ്റെ മോനും ഒരു കാരണക്കാരനായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മേ ഇപ്പം എന്തിനാ അതൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുവേ. സച്ചിയേട്ടാ നമുക്ക് പോകാം എന്നിങ്ങനെ പറയാം കേട്ടോ. സച്ചി ഓട്ടോ ഞാൻ ഓണറുടെ വീട്ടിലെത്തിച്ചോളാം, നീ ഓട്ടോയുടെ കീ ഇങ്ങ് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് മഹേഷ് കീ മേടിക്കുവാണേ. വാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിനെ കൂട്ടിയിട്ട് വന്നിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തും കേട്ടോ. എന്നിട്ട് ഡ്രൈവിംഗ് ഒക്കെ പിടിച്ചിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ സ്റ്റിയറിങ്ങിലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ ഒന്നുകൂടെ ആസ്വദിക്കുകയാണ് സച്ചി. നമ്മുടെ രേവതിയാണെങ്കിൽ ഡോറ് തുറന്ന് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അമ്മേ ദേവു പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ വണ്ടി കയറി ഇരിക്കുവാണേ. എന്നിട്ട് രേവതി ഇങ്ങനെ സച്ചേട്ടൻ്റെ കയ്യിലൊക്കെ തൊട്ടിട്ട് പറയുന്നുണ്ട് നല്ല കാറല്ലേ, സച്ചേട്ടന് ഇഷ്ടമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി എന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ചന്ദനമൊക്കെ എടുത്ത് സച്ചിക്ക് നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സച്ചി ഇങ്ങനെ നമ്മുടെ ചന്ദനം എടുത്തിട്ട് നമ്മുടെ രേവതിക്കും തൊട്ട് കൊടുക്കുന്നുണ്ട്. കാറിനുള്ളിൽ തന്നെ ഇരുന്നിട്ടാണ് ഇങ്ങനെല്ലാം ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ച് അതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ രണ്ടാളും കൂടെ ഇങ്ങനെ ഒരു കൈക്ക് മേലെ ഒരു കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് ക്ലച്ചൊക്കെ എടുത്ത് ഇങ്ങനെ പോവാം കേട്ടോ. പോവാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ മനസ്സ് നിറഞ്ഞിട്ട് കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരുവാണേ. കാറിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുവേ. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയേ. സെക്കൻഡ് ഹാൻഡ് കാറാണെന്ന് തോന്നിക്കുകയില്ല, പുതിയ വണ്ടിയാണെന്ന് പറയുമല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറയുകയാണേ. എന്നിട്ട് പിന്നെ രേവതി പറയുകയാണേ ഇത് നല്ലതൊക്കെ തന്നെയാണ്, എന്നാൽ ഇനി വലിയ ഓർഡർ കിട്ടിയാൽ നമുക്ക് ഇതിലും വലിയൊരു കാറ് മേടിക്കണമെന്നൊക്കെ പറയുവാണേ. ഇന്നിപ്പം മഴ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇങ്ങനെ രേവതി പറയേ. എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ സച്ചിയെ അല്ല സച്ചിയേട്ടനാണ് ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഞാനാണ് ഇന്നിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണേ. നിങ്ങൾക്കിത് എന്ത് പറ്റി, കാർ ഇഷ്ടമായി എന്നൊക്കെ പറയുന്നത് നിങ്ങളെന്നോട് ചുമ്മാ പറയുന്നതാണോ എന്നിങ്ങനെ രേവതി ചോദിക്കുവാണേ. ഈ കാറ് ശരിക്കും സച്ചിയേട്ടന് ഇഷ്ടമായോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുവേ. അന്നേരത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഈ കാർ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, എൻ്റെ ഭാര്യ എനിക്ക് മേടിച്ചു തന്ന കാറല്ലേ ഇത് എന്നിങ്ങനെ പറയുകയാണേ.
എന്താ തൊണ്ട ഇടറുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നമ്മുടെ സച്ചി പറയുകയാണ്, സന്തോഷം കൂടിയെന്നാൽ തൊണ്ട ഇടറും. ആ ഇപ്പോൾ ആ അവസ്ഥയിലാണ് ഞാൻ എന്നിങ്ങനെ സച്ചി പറയാം കേട്ടോ. സത്യം എന്നിങ്ങനെ ചോദിക്കേ. ഞാൻ നിൻ്റെ തലയിൽ കൈ തൊട്ട് സത്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കൈ എടുത്തുകൊണ്ട് തലയിലോട്ട് വരികയാണേ. അതൊന്നും വേണ്ട, വണ്ടി ഓടിക്കുക എന്നിങ്ങനെ പറയുകയാണേ. സത്യമായിട്ടും വണ്ടിയൊക്കെ ഓടിച്ചിട്ടുള്ളതല്ലേ, ഇതൊരു പഴയ കാറല്ലേ, അത്രയ്ക്ക് അങ്ങ് സന്തോഷിക്കാനൊന്നും ഇല്ലെന്നിങ്ങനെ പറയേ. അന്നേരത്തേക്കിനും സച്ചി പറയും, സന്തോഷിക്കാനുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. സന്തോഷിക്കാനുണ്ട്, ഇത് എൻ്റെ ഭാര്യ അധ്വാനിച്ച് എനിക്ക് മേടിച്ചു തന്ന കാറല്ലേ. ഒരു പുതിയ കാറ് മേടിച്ചതിനേക്കഴിഞ്ഞും ഇരട്ടി സന്തോഷം എനിക്കിപ്പോൾ ഉണ്ടെന്ന് പറയുകയാണേ. അല്ല, എനിക്ക് വണ്ടി മേടിച്ച് തരണമെന്ന് തോന്നാനായിട്ട് എന്താ കാരണം എന്നിങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിയും ചോദിക്കുന്നുണ്ട്, എനിക്ക് പൂക്കട വെച്ച് തരണമെന്ന് സച്ചിയായിട്ട് തോന്നാൻ എന്താ കാരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നീ പൂ നന്നായിട്ട് കെട്ടുമല്ലോ, നിനക്കതിൽ നല്ല കഴിവുമുണ്ട്, അത് വേസ്റ്റായി പോകരുതെന്ന് കരുതി അത്രേ ഉള്ളൂ എന്നിങ്ങനെ സച്ചി പറയേ. അത് മാത്രമാണ് കാരണം എന്നിങ്ങനെ ചോദിക്കുകയെ. ഭാര്യ എല്ലാവരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കണമെന്നും ആഗ്രഹിച്ചു എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ രേവതി തലയാട്ടുവേ. ഞാനും അതുതന്നെ ആഗ്രഹിച്ചുള്ളൂ എന്ന് പറയുവേ. ഭർത്താവ് ആരുടെ മുന്നിലും താഴ്ന്നു നിൽക്കില്ലെന്ന് വിചാരിച്ചു, അതാ കാറ് മേടിച്ചത് തന്നേന്നിങ്ങനെ പറയേ. രേവതി, വലിയൊരു ഓർഡർ കിട്ടി, വലിയൊരു തുകയും കിട്ടി, അതിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയില്ലേ എന്ന് പറയുവേ. അല്ല, സച്ചിയേട്ടന് എന്താ തോന്നുന്നത്? സച്ചിയേട്ടന് സന്തോഷമായില്ലേ? ആ സന്തോഷം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി ചിരിക്കുവാണേ. എന്നാൽ എനിക്ക് ആ ഓട്ടമായിരുന്നു ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുക. ഓട്ടമായിരുന്നെങ്കിൽ ഇങ്ങനെ മുട്ടി ഉരുമി ഇരുന്ന് പോകാമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതിനിപ്പോൾ എന്താ, കാറായാലും എന്താ, മുട്ടി ഉരുമി ഇരിക്കണമെങ്കിൽ ഞാൻ വന്ന് മടി കയറിയിരിക്കും, ഇരിക്കണമെന്ന് ചോദിക്കുവേ. അന്നേരത്തേക്കിന് സച്ചി വാ 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 എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ വിളിക്കുവാണേ. സച്ചിയേട്ടാ വീട് 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 എന്ന് പറയുന്നുണ്ടേ. എന്താ വണ്ടി വരുന്നു എന്നൊക്കെ പറയുകയാണേ. എന്താണെങ്കിലും നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ പ്രേമം ഇങ്ങനെ പൊട്ടി മുളയ്ക്കുക കേട്ടോ. രേവതിക്കും അങ്ങനെ തന്നെയാണേ. എന്നിട്ട് പരസ്പരം ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും രേവതി കൈ കൊണ്ട് ഇങ്ങനെ താടിക്കൊക്കെ പിടിച്ച് മോഹമൊക്കെ തിരിച്ച് അങ്ങോട്ടേക്കത്തേക്കിനെ ആക്കുകയാണേ. നമ്മുടെ സച്ചി രേവതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. രേവതിക്ക് അങ്ങ് നാണം ആവുന്നുണ്ടേ. നേരെ നോക്ക് വണ്ടി ഓടിക്കുന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും സച്ചി പറയുകയാണേ, നീ എനിക്ക് കാർ മേടിച്ച് തന്നില്ലേ, അതിന് പകരം നിനക്ക് എന്തെങ്കിലും തരണമെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുവേ. എന്നിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ പോകുന്ന പോലെ അങ്ങോട്ടേക്ക് പോവേ. അന്നത്തേക്കിനും രേവതി പറയേ, ചുമ്മാതിരിക്കുക അവിടെ, നമ്മൾ റോഡിലൂടെയാണെന്നുള്ള കാര്യം മറക്കണ്ടെന്നൊക്കെ പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പെട്ടെന്ന് പ്ലേറ്റ് തിരിക്കുവേ. നീ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും രേവതി ഞാൻ പിന്നെ എന്നിങ്ങനെ ചോദിക്കുവേ. ഞാൻ എന്തെങ്കിലും മേടിച്ച് തരണമെന്നാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ പറയേ. അത് ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ചിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി ഒരു പൂക്കടയുടെ മുന്നിൽ കൊണ്ടുവന്ന് കാറ് നിർത്തുവേ. ചേട്ടാ മുല്ലപ്പൂ ഉണ്ടോ എന്ന് ചോദിക്കുക. മുല്ലപ്പൂ ഉണ്ടെന്ന് പറയേ. എത്ര മുഴം വേണം ചോദിക്കുമ്പോൾ ഇരിക്കുന്ന മൊത്തം എടുത്തോളാൻ പറയുക. അങ്ങനെ മൊത്തം മേടിക്കും കേട്ടോ. എന്നിട്ട് പൈസയൊക്കെ കൊടുക്കുവേ. എന്നിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുവാണ്. ഇലയൊന്നും വേണ്ടെന്ന് പറയും കേട്ടോ. ഞാനൊരു കാറ് മേടിച്ച് കൊടുത്തപ്പോൾ മുല്ലപ്പൂ ആണല്ലോ ഇദ്ദേഹം മേടിച്ച് തന്നെ എന്നിങ്ങനെ വിചാരിച്ചേക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. ഇന്നിപ്പോൾ സച്ചേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂക്കളാണ് എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുല്ലപ്പൂ മുഴുവൻ ഇങ്ങനെ ലെയറായിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് സച്ചി ഇങ്ങനെ കയ്യിലെടുക്കും കേട്ടോ. എന്നിട്ട് അത് മുഴുവൻ ഇങ്ങനെ എടുത്തിട്ട് തലയിലോട്ട് വെച്ച് കൊടുക്കുവാണേ. അതെ, ഒരു കട മുഴുവൻ എൻ്റെ തലയിൽ വെച്ച മാതിരി ഉണ്ട് എന്ന് പറയുവാണേ. അതെ, മുല്ലപ്പൂ വെച്ചപ്പോൾ നീ ഒരു റോസാപ്പൂ പോലെ ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുവാണേ. എന്നെ വർണ്ണിക്കുന്നുണ്ടല്ലോ, മുമ്പ് ഇതുപോലെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ സച്ചി പറയുകയാണേ. നമുക്ക് വീട്ടിലേക്ക് പോകാൻ എന്നിങ്ങനെ രേവതി പറയുമ്പോൾ ഇപ്പോൾ പോകാനായില്ല, നീ എനിക്ക് കാർ മേടിച്ച് തന്നില്ലേ, അത് കുറേ പേരോട് പറയാനുണ്ടെന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ടിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരുവാണേ. അന്നേരത്തേക്കിന് നിങ്ങളെന്താ ഞെട്ടാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുകയെ. ഞങ്ങളെന്തിനാ ഞെട്ടുന്നതെന്ന് ചോദിക്കുകയെ. നിങ്ങളത് വേറെ ആരുടെയെങ്കിലും കാറാണെന്ന് വിചാരിച്ച് കാണും അല്ലേന്ന് ഇങ്ങനെ പറയുവാണേ. എന്നാ കേട്ടോ, ഇതെൻ്റെ സ്വന്തം കാറാണ്, എൻ്റെ ഭാര്യ എനിക്ക് മേടിച്ചു തന്ന കാറ് എന്നിങ്ങനെയൊക്കെ പറയുകയാണേ. മഹേഷ് പറഞ്ഞു കാണും അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. കാറ് മേടിക്കാൻ ആദ്യമായിട്ട് തീരുമാനിച്ചപ്പോഴേ രേവതി ഞങ്ങളോടാ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുവേ. മഹേഷിനോടും ഞങ്ങളോടും പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ ഞെട്ടുന്നുണ്ടേ. അപ്പം ഞാൻ ആരായി എന്നിങ്ങനെ ചോദിക്കുകയെ. മണ്ടനായി എന്നിങ്ങനെ പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് ഏട്ടൻ ഒരാളെ കൂട്ടിക്കൊണ്ട് വരുവേ. സ്റ്റിക്കർ എവിടെ ഒട്ടിക്കേണ്ടതെന്ന് ചോദിക്കുക. എൻ്റെ തലയിലോട്ട് ഒട്ടിക്കാൻ പറയും കേട്ടോ. എടാ കാറിൽ ഒട്ടിക്കുന്ന കാര്യമാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുവേ. എന്നിട്ട് ഫ്രണ്ടിൽ ഒട്ടിക്കണോ ബാക്കിൽ ഒട്ടിക്കണോ എന്ന് ചോദിക്കും കേട്ടോ. എവിടെ വേണമെങ്കിലും ഒട്ടിച്ചോളാൻ പറയേ. രേവതി എന്ന് പേര് എഴുതിയിട്ട് നാട്ടുകാർ മുഴുവൻ കാണണമെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ഏത് ഭാഷയിൽ വേണമെന്ന് ചോദിക്കുവേ. എൻ്റെ കാറിൽ പല രാജ്യക്കാർ കയറാറുണ്ട്, അതുകൊണ്ട് ഇംഗ്ലീഷിലങ്ങ് എഴുതിക്കോളാൻ പറയുവേ. എന്താ സച്ചിയേട്ടാ ഇത്, എൻ്റെ പേരൊന്നും എഴുതണ്ടെന്ന് ഇങ്ങനെ രേവതി പറയുന്നുണ്ടേ.
അത്ര നിർബന്ധമാണെങ്കിൽ സച്ചേട്ടൻ്റെ പേര് എഴുതിക്കോളാൻ ഇങ്ങനെ പറയുവേ. അതൊന്നും പറ്റത്തില്ല, നീയല്ലേ വണ്ടി വാങ്ങി തന്നെ, അപ്പം നിൻ്റെ പേര് തന്നെ എഴുതണമെന്ന് ഇങ്ങനെ പറയുവേ. നിങ്ങൾ തർക്കിക്കണ്ട, രണ്ടുപേരുടെയും പേര് ഒന്നിച്ച് എഴുതാമെന്ന് ഇങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും അയ്യേ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിയൊന്നും കാണത്തില്ല എന്നിങ്ങനെ രേവതി പറയുമ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ പറയുന്നുണ്ടേ. പിന്നെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ, ഇവരെങ്ങനെ ബോറാവുന്നത്? സച്ചി രേവതി അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഇങ്ങനെ പറയേ. അങ്ങനെ അങ്ങനെ പേരൊക്കെ എഴുതി ഒട്ടിക്കുന്നത് ബോറാണെന്ന് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അങ്ങനെയെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം, സച്ചിയുടെ എസ്, രേവതിയുടെ ആറ്, SR എന്ന് എഴുതാം. അത് കൊള്ളാമെന്നിങ്ങനെ രേവതിയും പറഞ്ഞേ. സൂപ്പറായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുവേ. അന്നേരത്തേക്കിനും നീ അത്ര ഇത്ര എന്നൊന്നും പറയണ്ട, നീ ഇത് വെച്ചോന്നും പറഞ്ഞുകൊണ്ട് സച്ചി കയ്യിൽ പൈസ അങ്ങ് എടുത്ത് കൊടുക്കുവാണേ. ശരിയെന്നും പറഞ്ഞ് അവൻ പോവുകയാണേ. രേവതി എനിക്ക് കാർ മേടിച്ച് തന്ന കാര്യം അച്ഛൻ്റെ അടുത്ത് പറയണം എന്നിങ്ങനെ പറയാം. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇത് മയക്ക് വെച്ച് നാട്ടു മുഴുവൻ പാട്ടാക്കുന്ന തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ടേ. വണ്ടി എടുക്ക് സച്ചിയേട്ടാ പോകാമെന്നും പറഞ്ഞിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണേ. അങ്ങനെ നമ്മുടെ കാറൊക്കെ സ്വന്തമാക്കി സച്ചിയും രേവതിയും ഇങ്ങനെ സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് വരികയാണ്. പിന്നീട് കാണിക്കുന്ന വീടാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രുതി എണീച്ച് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ, അമ്മ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്കിനും എടാ നീ ഇങ്ങ് വന്നേന്നൊക്കെ ചോദിക്കുവാണ്. എടാ ഒരു ജോലിയും പണിയും ഇല്ലാതെ നീ എത്ര നാളായി ഇങ്ങനെ ഭാര്യയെ കൊണ്ടുവരുന്നതും തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേക്കിനും ശ്രുതി പറയുന്നുണ്ട്, ജോലി എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് നീ കാനഡയുടെ കാര്യമാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുവേ. അത് തന്നെ എന്നൊക്കെ പറയുവേ. എടാ ഒരു ജോലിയും പണിയും ഇല്ലാതൊന്നും അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ കേട്ടോ. നീ ആമയും മുയലിൻ്റെയും കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരു പണിയെങ്കിലും ചെയ്തിട്ട് നീ മുന്നോട്ട് പോകുക തന്നെ വേണം. സച്ചിനെ കണ്ടു പഠിക്കുക. അവനാണെങ്കിൽ ഒരു പണിയില്ലെന്ന് കണ്ടപ്പോഴത്തേക്കിനും കാറ് വിറ്റപ്പോഴത്തേക്കിനും ഓട്ടോ ഓടിച്ചു. സ്വന്തം കാര്യം നോക്കി അവൻ നിൽക്കാൻ അവന് കാര്യപ്രാപ്തി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരത്തേക്കിനും ശ്രുതി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്കിനും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ആമയും മുയലിൻ്റെ കഥയിൽ ആമ പതിയെ ഇഴഞ്ഞിട്ടാണെങ്കിലും അവൻ നമ്പർ 1 ആയിട്ട് പോയി. എന്നാൽ മുയലിൻ്റെ കാര്യമോ ഏറ്റവും വലിയവനാണെന്ന് അഹങ്കരിച്ചിരുന്ന അവൻ തോറ്റും പോയി എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരത്തേക്കിനും നമ്മുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട്, നിങ്ങൾ എപ്പോഴും എൻ്റെ മോനെ കളിയാക്കുകയാണ്, ഒന്ന് കളിയാക്കാതിരുന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉള്ളിലേക്ക് കടന്നു വരുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ നമ്മുടെ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡ് കിട്ടുന്നതിന് സാധ്യമാകുമേ. ഓക്കെ, താങ്ക് യു.